കേരള അതിർത്തിയായ തമിഴ്നാട്ടിൽ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. സംസ്ഥാന അതിർത്തിയായ കളിയിക്കവിളയിൽ നിന്നും അഖിൽ പാലോട്ടുമഠം തയ്യാറാക്കിയ റിപ്പോർട്ട്. അഖിൽ പാലോട്ടുമഠം തത്സമയം ചേരുന്നുണ്ട്. അഖിൽ, എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഹി, നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ ഒത്ത ചങ്ങാതിയാണ് ഈ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി NK സ്റ്റാലിൻ എന്ന് പറയുന്നത്. AID മുന്നണിയുടെ അവർ ഒരുമിച്ചിരുന്നാണ് ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷം എന്ന നിലക്ക് വലിയ രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ നടത്തിയ പണിമുടക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കളിയിക്കവിളയിലാണ്. ഈ കളിയിക്കവിളയിലാണ് ഇത്തരത്തിൽ ഈ കാണുന്നത്, എനിക്ക് പിന്നാലെ കാണുന്നത്, എനിക്ക് പുറകിൽ തന്നെ ആദ്യം തന്നെ വരുന്നത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് സർവീസാണ്. ആ ബസ്സാണ്. ആ ബസ്സിൽ പൂർണ്ണമായും യാത്രക്കാർ അവരുടെ ദിനനിത്യ പ്രവർത്തനങ്ങളിൽ അവർക്ക് എവിടെയാണോ പോകേണ്ടത്, എവിടേക്കാണോ അവർക്ക് യാത്ര ചെയ്യേണ്ടത്, അവർ പതിവ് പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, പതിവ് പോലെ ആ ബസ്സിൽ യാത്ര ചെയ്യുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, പോകുന്നത്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട്. അവരടക്കം അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അടക്കം പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു കട പോലും, ഇവിടുത്തെ ഒരു കടകമ്പോളം പോലും അടച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ തിരക്കുണ്ട്. സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളിലേക്കും തിരക്കുണ്ട്. പക്ഷേ കേരളത്തിൽ മാത്രമാണ് ഈ ദേശീയ പണിമുടക്കുള്ളത്. ദേശീയത എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം, CITU-നെ സംബന്ധിച്ചിടത്തോളം അത് കേരളമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് പുറകിൽ കാണുന്ന ഈ കടകമ്പോളങ്ങൾ. ബസ് കാത്ത് നിൽക്കുന്നവരെല്ലാവരും ഇതിന് സാക്ഷികളാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കട, അതായത് ഞാൻ നിൽക്കുന്നത് പാറശാലയ്ക്കടുത്ത്, അതായത് കേരളത്തിൻ്റെ അതിർത്തിയാണ് പാറശാല കളിയിക്കവള എന്ന് പറയുന്നത്. ആ പാറശാല കളിയിക്കവള അതിർത്തിയിലെ ഒരു കട പോലും അടച്ചിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഇവിടുത്തെ തിരക്കുകൾ. അല്പസമയം മുമ്പ് ഞങ്ങൾ ആ ക്യാമറ ടീം ഇങ്ങോട്ട് വരുന്ന സമയത്താണ് പാറശാല ജംഗ്ഷനിൽ CPM-ന്റെ നേതൃത്വത്തിൽ കൊടികൾ കെട്ടി ആൾക്കാരെ തടയുന്നതും വാഹനങ്ങൾ തടയുന്നതുമായ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ് സർവീസിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ്. നേരത്തെ ഈ ബസ്സാണ് ഇതുപോലെ നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്താൻ, അതായത് അന്തർ സംസ്ഥാന ബസ് സർവീസ് നടത്തുന്ന നാഗർകോവിലേക്കുള്ള ബസ്സാണ് പാറശാല ജംഗ്ഷനിൽ തടയുകയും ബസ് തിരികെ അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ആ ട്രാൻസ്പോർട്ട് ബസ്സിനകത്തേക്ക് കയറിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും, ഇവിടെ യാത്രക്കാരുണ്ട് ആ ബസ്സിൽ, അതുപോലെ തന്നെ കണ്ടക്ടറുണ്ട്, അങ്ങനെ എല്ലാ പേരും ഉണ്ട്. നമുക്ക് കണ്ടക്ടറിനോടും ഇങ്ങ തമിഴ്നാട്ടിൽ പണിമുടക്ക് കിടയാതാ? ഇല്ല, പണിമുടക്കില്ല. ഇല്ല. കേരളാവിലേക്ക് ഇന്ന് ട്രാൻസ്പോർട്ട് നടത്തിയാച്ചാ? கேரளாவில் வண்டி ஓடல இல்லை. அங்கே தடஞ்சாச்சா பாரசாலையில்? எங்களை களியக்கலவர் தான் போக சொல்லியிருக்கு. அப்படியா? ஏன் இங்கே நீங்கள் பணிமுடக்காத்தது? எனக்கு தெரியும், என்ன களியக்கலவர் தான் போக சொல்லியிருக்கு. ஆறு உங்கள் டியூட்டி சார்? ஆமாம், எங்கள் அதிகாரி சொல்லியிருக்கு. அப்படியா? അവരുടെ അധികാരി, അതായത് സ്റ്റേഷൻ ഓഫീസർ പറഞ്ഞത് കളിയിക്കവള വരെ പോയി സർവീസ് നടത്തി വരാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ തരത്തിൽ സർവീസ് നടത്തി പുറത്തേക്ക് വരുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ ബസ്സിലും ഇതേ സമാനമായ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ സർവീസ് നടത്തുന്ന, അതായത് ഞാനിപ്പോൾ ഇത് കയറിയത് നാഗർകോവിലേക്കുള്ള ബസ് സർവീസാണ്. അതുപോലെ തന്നെ ഏത് സ്ഥലത്തേക്കുള്ള ബസ് സർവീസിലേക്ക് പോയാലും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. എല്ലാ ഇടത്തേക്കും ആവശ്യത്തിലധികം ബസ് സർവീസ്, അതുപോലെ തന്നെ അധികം കടകമ്പോളങ്ങൾ. ഇതിന് അപ്പുറത്തേക്കാണ്, ഇവിടെയാണ് മാർക്കറ്റ് ഉള്ളത്, അതായത് കളിയിക്കവിടയുടെ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പുറകിലായിട്ട് ഇവിടെയാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് കളിയിക്കവിള ചന്ത എന്ന പ്രസിദ്ധമായ, അതായത് കേരള തമിഴ്നാട് അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. ആ മാർക്കറ്റിലേക്ക് എത്തുന്ന ആൾക്കാരെ നമുക്ക് കണ്ടാൽ അവിടെ പൂർണ്ണമായും നല്ല രീതിയിലുള്ള വ്യാപാരം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. വലിയ രീതിയിലുള്ള വ്യാപാരം ആ മാർക്കറ്റിനുള്ളിൽ തന്നെ നടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇരുവശങ്ങളിലുമുള്ള വാഹനങ്ങൾ മറികടന്ന് അപ്പുറത്തേക്ക് പോകുന്നതിലേക്കുള്ള ബുദ്ധിമുട്ടാണ്. നമ്മൾ രാവിലെ മുതൽ തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹർത്താലിന് സമാനമായ രീതിയിൽ, ബന്ദിന് സമാനമായ രീതിയിൽ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു വയറിന് വേണ്ടി വളയം പിടിക്കുന്ന ഡ്രൈവർമാരെ മർദ്ദിച്ച്, അതുപോലെ തന്നെ ഒരു നേരത്തെ ജീവിതം അങ്ങേയറ്റം കൊണ്ടെത്തിക്കാൻ വേണ്ടി കച്ചവടം നടത്തുന്ന സാധാരണക്കാരെയൊക്കെ തന്നെ കടകൾ അടപ്പിച്ചുള്ള കേരളത്തിലെ CPM സ്പോൺസർ, അതായത് സർക്കാർ സ്പോൺസർഷിപ്പിലുള്ള ഒരു ബന്ദ്, ആ തരത്തിലേക്കുള്ള ഒരു സമരത്തെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഞാൻ കളിയിക്കവള ചന്തയ്ക്കകത്തേക്കാണ് നിൽക്കുന്നത്. ഈ ചന്തയിൽ
എത്ര മാത്രമാണ് തിരക്ക് എന്നുള്ളത് ഈ ചന്തയുടെ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ശരി, ഒരാൾക്ക് അഖിലേ, പോലും നമുക്ക് ഇവിടെ തിരക്കൊക്കെ പണിമുടക്കില്ല. കാണാവുന്നത് തന്നെയാണ്. നല്ല തിരക്കുണ്ട്, കച്ചവടം പൊടി പൊടിക്കുന്നുണ്ട്, ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്.